ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? റെസിപ്പീസൊക്കെ ഉണ്ടാക്കി നോക്കുന്നുണ്ടല്ലോ അല്ലേ? നമുക്കിന്ന് റാഗി പുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് റാഗി എടുത്ത് വെച്ചിട്ടുണ്ട്. റാഗി പൊടിച്ചതാണിത്. ഒരു അരമുറി തേങ്ങ ചിരവിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ആവശ്യത്തിന് വെള്ളം, അത് ചെറു ചൂടുവെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഞാനിതിലേക്ക് ഈ പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതുപോലെ നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നനച്ചെടുക്കണം. സാധാരണ പുട്ട് നനയ്ക്കുന്ന പോലെ അല്പം അല്പം വെള്ളം ഒഴിച്ച് നനച്ച് എടുക്കണം. ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നനച്ചെടുക്കാം. കട്ട പിടിക്കാതെ നോക്കണം. ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. സ്വല്പം കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് നനച്ച് എടുക്കാം. ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു വിടാം. നന്നായിട്ട് നനയ്ക്കുക. ഇനി ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കുവാണേ. പൊടിയൊക്കെ ഒന്ന് ജസ്റ്റ് നനഞ്ഞ് വരണേ. കണ്ടോ, ഇതുപോലെ നനഞ്ഞ് വരണം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയിൽ നിന്ന് പകുതി തേങ്ങ ഇട്ട് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് നനയ്ക്കാം. ഇതുപോലെ നന്നായിട്ട് നനച്ചെടുക്കണം. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് നനച്ചെടുക്കണം. ഇതിപ്പം ഞാൻ നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് നനച്ചെടുക്കണം. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഇത് കണ്ടോ, സ്വല്പം കൂടി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സ്വല്പം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന തേങ്ങ കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി നനച്ച് എടുക്കാം. ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്നുകൂടി നനയ്ക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. നമുക്ക് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഈ തേങ്ങയുടെ കൂടെ സ്വല്പം പഞ്ചസാര കൂടെ കൂട്ടിയിടുവാണെങ്കിൽ ഇതിന് മധുരം കൂടി കിട്ടും. അപ്പോൾ പിള്ളേർക്കൊക്കെ കൂടുതൽ ഇഷ്ടമാവും. ഇതിപ്പം നോക്കും പറയാം. കണ്ടോ, വെള്ളം കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് സ്വല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നനച്ചെടുക്കാം. ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുവാണേ. എന്നിട്ട് നമുക്കിതൊന്നും കൂടി ഒന്ന് നനച്ചെടുക്കാം. ഇതിനാവശ്യത്തിന് നനവ് വേണേ. ഇല്ലെങ്കിൽ നമ്മൾ പുട്ടുണ്ടാക്കിയിട്ട് നമ്മൾ കുത്തിയെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോരും. കണ്ടോ, ഇതിപ്പം ഇവിടെ നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ പുട്ട് വേവിക്കുന്ന പോലെ വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ പുട്ടുകുറ്റിയിലേക്ക് സ്വല്പം തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ ഇടയ്ക്കിനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ ഇതിനകത്ത് ആവശ്യത്തിന് തേങ്ങ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനിടയ്ക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നില്ല. സ്വല്പം തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പുട്ടിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് വളരെ ഹെൽത്തിയാണ്. പഴത്തിൻ്റെ കൂടെയും കടലക്കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്